ഹിന്ദുത്വ സംഘടനകൾക്കും ബി.ജെ.പിക്കും എന്നും ബാലികേറാമലയായി നിലകൊണ്ടത് കേരളവും തമിഴ്നാടുമാണ്. തൃശൂരിൽ സുരേഷ് ഗോപി ചരിത്ര വിജയം നേടിയതോടെ കേരളത്തിൽ ബി.ജെ.പി അക്കൗണ്ട് തുറന്നു കഴിഞ്ഞു. അപ്പോഴും തമിഴ്നാട് ബി.ജെ.പിക്ക് കയ്യെത്താ ദൂരത്ത് തന്നെയാണ്. ഹിന്ദുത്വ ശക്തികൾക്കൊന്നും കടന്നു കയറാനാകാത്ത ദ്രാവിഡ കോട്ടയായി തന്നെ തമിഴകം ഇനിയും തുടരും. നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള കേന്ദ്ര നേതാക്കളിൽ പലരും എത്തിയിട്ടും തമിഴ്നാട് ജനതയെ വീഴ്ത്താനായില്ല. DMK-യുടെ കരുത്തിൽ സംസ്ഥാനത്തെ 39 സീറ്റുകൾ പൂർണ്ണമായും ഇന്ത്യ സഖ്യം തൂത്തുവാരി. ഒറ്റയ്ക്കാണ് ബി.ജെ.പി തമിഴകത്ത് പോരാട്ടത്തിനിറങ്ങിയത്. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് ബി.ജെ.പി അണ്ണാ DMK-യുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകുന്നത്. അണ്ണാമലയെ സഹിക്കാനാകില്ലെന്ന് പറഞ്ഞാണ് ADMK NDA വിട്ടത്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ NDAയ്ക്കും ബി.ജെ.പിക്കും നഷ്ടം മാത്രം ബാക്കിയായി. ജയലളിതയുടെ മരണത്തോടെ ആടിയുലഞ്ഞു നിൽക്കുന്ന അണ്ണാ DMK-ക്ക് തുടർ തോൽവികൾ നൽകിയത് ഇരട്ട പ്രഹരമാണ്. വ്യക്തമായ ഒരു മുന്നണിയുടെ ഭാഗമാകാതെ പോയതാണ് അണ്ണാ DMK തിരിച്ചടിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാനാകുമെന്ന് കരുതിയ പാർട്ടിക്ക് ആകെ ഉണ്ടായിരുന്ന തേനിയും ഇത്തവണ നഷ്ടമായി. DMK തമിഴകം മൊത്തം ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് സംസ്ഥാനമാകെ കീഴടക്കുമ്പോൾ അണ്ണാ DMK നിലംപരിശായിരിക്കുകയാണ്. ബി.ജെ.പിയുടെ പരാജയത്തിനോടൊപ്പം അണ്ണാമലൈ എന്ന യുവ നേതാവിന്റെ പതനം കൂടിയാണ് തമിഴ്നാട് വിധി എഴുതിയത്. IPS ഉപേക്ഷിച്ച് ബി.ജെ.പിയിലെത്തിയ അണ്ണാമലയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. തമിഴ്നാടിന് പുറത്തും ബി.ജെ.പി പ്രവർത്തകർക്കിടയിലും അണ്ണാമലൈ ജനപ്രിയനായി. തമിഴകത്തിന്റെ മനസ്സിലേക്ക് ബി.ജെ.പി പോലൊരു ഹിന്ദി ലേബലുള്ള പാർട്ടിക്ക് ഒരു കാരണവശാലും കടന്നു വരാനാകില്ല എന്ന ചിന്തയെ അണ്ണാമല മാറ്റിമറിച്ചു. സ്റ്റാലിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിച്ചു. DMK-ക്കെതിരെ മുഖ്യ പ്രതിപക്ഷമായി വളരാൻ പോലും കെൽപ്പുള്ള പാർട്ടിയായി ബി.ജെ.പി മാറിയെന്നുള്ള പ്രതീതി സൃഷ്ടിക്കുന്നതിലും ഒരു പരിധിവരെ അണ്ണാമലൈ വിജയിച്ചു. വിജയം മാത്രം ലക്ഷ്യമിട്ടിറങ്ങിയാണ് അണ്ണാമലൈ ഇത്തവണ മത്സരത്തിനിറങ്ങിയത്. അണ്ണാമലയുടെ സ്ഥാനാർത്ഥിത്വത്തോടെയാണ് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന തലത്തിലേക്ക് കോയമ്പത്തൂർ മണ്ഡലം മാറിയത്. അണ്ണാമലയെ വിജയിപ്പിക്കാതിരിക്കാൻ DMK-യും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി. കഴിഞ്ഞ തവണ CPM വിജയിച്ച മണ്ഡലമായിരുന്നു കോയമ്പത്തൂർ. ഇത്തവണ CPM-ന് ദിണ്ടിഗൽ സീറ്റ് നൽകി ഗണപതി രാജ്കുമാറിനെ DMK കോയമ്പത്തൂർ കളത്തിലിറക്കി. ഗണപതി രാജ്കുമാറിനോട് 1,18,068 വോട്ടുകൾക്കായിരുന്നു അണ്ണാമലയുടെ പരാജയം. പ്രധാനമന്ത്രിയെ നേരിട്ടിറക്കിയുള്ള പ്രചാരണത്തിലും യുവ വോട്ടുകളുടെ പ്രതീക്ഷ അർപ്പിച്ച അണ്ണാമലയ്ക്ക് സ്റ്റാലിന്റെ വക ചുട്ട മറുപടിയായിരുന്നു ഈ പരാജയം. NDA സഖ്യത്തിന് ബലമേകാൻ തമിഴ്നാട്ടിൽ നിന്നൊരു MP നൽകാൻ സാധിച്ചില്ലെങ്കിലും അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല ബി.ജെ.പിയുടെ സംസ്ഥാനത്തെ നേട്ടങ്ങളാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 23 മണ്ഡലങ്ങളിൽ നിന്നും ജനവിധി നേടിയ ബി.ജെ.പി സഖ്യം 12ഇടത്ത് രണ്ടാമതായി. മുഖ്യധാര ദ്രാവിഡ പാർട്ടികളൊന്നും ഒപ്പമില്ലാതെ 11.24% വോട്ട് വീതം ബി.ജെ.പി നേടിയതും നേട്ടമായി കണക്കാക്കാം. കേരളത്തിൽ തകർച്ച നേരിട്ടെങ്കിലും CPM-ഉം CPI-ക്കും നേട്ടമുണ്ടാക്കി കൊടുത്ത സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. രാജ്യത്തെങ്ങും ഇടതുകോട്ടകൾ തകർന്ന 2019-ലും ഇടതിന്റെ ആശ്വാസത്തുരുത്തായിരുന്നു തമിഴ്നാട്. സംസ്ഥാനത്ത് നിന്നും മത്സരിച്ച 4 മണ്ഡലങ്ങളും അന്ന് ചുവന്നു. DMK-യുടെ കരുത്തിൽ ഇത്തവണ ചരിത്രം ആവർത്തിച്ചു. മത്സരിച്ച 4 മണ്ഡലങ്ങളിൽ നിന്നും ഇടതു സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിന് പാർലമെന്റിലേക്ക് ജയിച്ചു കയറി. തമിഴ്നാട്ടിൽ വേരോട്ടമുണ്ടാക്കാൻ ബി.ജെ.പിക്ക് പുതിയ തന്ത്രങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒപ്പം 2026-ൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കാണ് ഇനിയുള്ള കണ്ണുകൾ. ബി.ജെ.പിക്കും അണ്ണാ DMK-ക്കുമൊപ്പം സിനിമാ താരം വിജയുടെ പുതിയ പാർട്ടി കൂടി ആ തിരഞ്ഞെടുപ്പിലുണ്ടാവും. ഇനിയുള്ള തന്ത്രങ്ങളെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചായിരിക്കും എന്നത് ഉറപ്പാണ്. ഞങ്ങളുടെ വീഡിയോകൾ മിസ്സാകാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.